നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. വടവാതൂർ MRFിലേക്ക് സംയുക്ത കർഷക സമിതിയുടെ മാർച്ച്. ടയർ കമ്പനികൾക്ക് പിഴയിട്ട തുക കർഷകർക്ക് വീതിച്ചു നൽകണമെന്ന് ആവശ്യം. എലിക്കുളം പഞ്ചായത്തിന് ഇനി റോബോട്ടും. പഞ്ചായത്തിലെത്തുന്നവരെ എലീന സ്വീകരിക്കും. പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലെ റോബോട്ട് പ്രവർത്തനം തുടങ്ങി. ചിറക്കടവ് മണക്കാട്ട് ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തിരക്കേറി. ഉത്സവ ബലി തൊഴുത് ആയിരങ്ങൾ. ആറാട്ട് തിങ്കളാഴ്ച. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടവാതൂർ MRFിലേക്ക് സംയുക്ത കർഷക സമിതി മാർച്ച് നടത്തി. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത മാർച്ച് പോലീസ് തടഞ്ഞു. കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വടവാതൂർ MRFിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. ക്രോസ് പ്ലൈ ഇനം ടയറുകൾക്ക് സംഘടിതമായി വില കൂട്ടാൻ ശ്രമിച്ചതിന് ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ട 1788 കോടി രൂപ കർഷകർക്ക് വീതിച്ചു നൽകുക, റബ്ബറിന് 300 രൂപ തറവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധവും സമരവും. വടവാതൂർ ജംഗ്ഷനിൽ നിന്നാണ് കർഷകരുടെ മാർച്ചും ഉപരോധവും ആരംഭിച്ചത്. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കമ്പനികൾ ഇടപെടുന്നത് മൂലമാണ് റബ്ബറിന്റെ വില ഇടിയുന്നതെന്ന് ഡോക്ടർ വിജു കൃഷ്ണൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രീതിയിലുള്ള ഒരു ടയർ കാട്ടിൽ കുത്തകകളുടെ ഒരു കൂട്ടായ്മ, ഒരു കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ അവർക്കൊരു അറ്റ്മോസ്ഫിയർ തയ്യാറാക്കി കൊടുത്തു. സത്യത്തിൽ ടയർ കാട്ടൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അത് ടയർ മാഫിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, നയങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബർ മേഖലയിൽ ഈ ടയർ കാട്ടലുകൾ റബ്ബർ മിത്ര എന്ന ഒരു സ്കീം, അതിന് 1000 കോടി നൽകിയെന്നാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം. ആ 1000 കോടി നൽകുമ്പോൾ എത്ര ലാഭമാണ് ഇതിൽ നിന്ന്, കർഷകന്റെ ദുരിതത്തിൽ നിന്ന് എത്ര ലാഭമാണ് അവർ പിഴിഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മാർച്ച് പോലീസ് തടഞ്ഞത് ചെറിയ ഉന്തും തള്ളിനും ഇടയാക്കി. വിവിധ കർഷക സംഘടനാ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസിൽ എത്തുന്നവരെ ഇനി എലീന സ്വീകരിക്കും. ഫ്രണ്ട് ഓഫീസിൽ സ്ഥാപിക്കുന്ന റോബോട്ടിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കുന്ന എലിക്കുളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. എലിക്കുളം പഞ്ചായത്തിലെത്തുന്നവരെ ഇനി ആദ്യം സ്വീകരിക്കുക എലീന എന്ന റോബോട്ടായിരിക്കും. പത്താമൂട്ടം സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് റിസർച്ച് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് റോബോട്ടിനെ നിർമ്മിച്ചത്. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നിർമ്മാണത്തിൽ പങ്കാളികളായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് റോബോട്ട് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കുന്ന എലിക്കുളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾക്കും മാതൃകയാണെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. അതൊരു ദർശനമാണ്, കാഴ്ചപ്പാട്. ആ വിഷനാണ് അതിന്റെ വികസനത്തെ മനോഹരമാണ്. എലിക്കുളം പഞ്ചായത്തിന്റെ വികസന സാധ്യതകളെ ഒരു നല്ല വിഷനോടുകൂടി, വലിയ ദർശനത്തോടുകൂടി നടപ്പാക്കാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവി വിൽസൺ, ജോസ്മ മുണ്ടയ്ക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ സൂര്യമോൾ, മാത്യൂസ് പെരുമനങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. റോബോട്ടിന് എലിക്കുളം ഇന്നോവേഷൻ ഫോർ പീപ്പിൾ അസിസ്റ്റന്റ് എലീന എന്ന് പേരിട്ട ഇലഞ്ഞി സെന്റ് ഫിലോമിനസ് പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അനിത മരിയ അനിലിനെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ വികസന പദ്ധതികളുടെയും അംഗീകാരങ്ങളുടെയും തിളക്കത്തിൽ എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജി പടിയിറങ്ങി. മുന്നണി ധാരണ പ്രകാരമാണ് ഇദ്ദേഹം പടിയിറങ്ങിയത്. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജിയും വൈസ് പ്രസിഡന്റ് സിൽവി വിൽസണും രാജിവെച്ചു. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. നിലവിൽ CPM-നായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിരുന്നു വൈസ് പ്രസിഡന്റ് സിൽവി വിൽസൺ. അടുത്ത 2 വർഷം കേരള കോൺഗ്രസ് എം പ്രതിനിധിക്ക് പ്രസിഡന്റ് സ്ഥാനവും CPM-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിക്കും. വിവിധ വികസന പദ്ധതികളുടെയും അംഗീകാരങ്ങളുടെയും തിളക്കത്തിലാണ് S ഷാജി പടിയിറങ്ങുന്നത്. 3 വർഷമായി എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഷാജി മുന്നണി ധാരണ പ്രകാരമാണ് രാജിവെച്ചത്. കഴിഞ്ഞ 3 വർഷമായി എലിക്കുളം പഞ്ചായത്തിനെ എല്ലാ തലങ്ങളിലും മുൻപന്തിയിൽ എത്തിച്ച ശേഷമാണ് പടിയിറക്കം.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വയോജന സൗഹൃദ പഞ്ചായത്ത്, ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി അവർക്ക് കൈത്താങ്ങാകാൻ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി സ്വന്തമായി ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ യൂത്രിയ പഞ്ചായത്ത്, ജില്ലയിലെ മികച്ച കാർഷിക പഞ്ചായത്ത് എന്നിങ്ങനെ നേട്ടങ്ങൾ നിരവധിയാണ്. ഏറെ അഭിമാനത്തോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ചൊഴിയുന്നതെന്ന് എസ് ഷാജി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ തിരുവുത്സവം 4 ദിവസം പിന്നിട്ടു. ശനിയാഴ്ച നടന്ന ഉത്സവബലി ദർശനത്തിലും ഉത്സവബലി സദ്യയിലും നിരവധി ഭക്തർ പങ്കാളികളായി. ആശ്രിത വത്സലയും അഭീഷ്ടവരദായിനിയുമായി കുടികൊള്ളുന്ന മണക്കാട്ടമ്മയുടെ തിരുവുത്സവം നാടിന്റെ ആഘോഷമായി കൊണ്ടാടുന്നു. ഉത്സവത്തിന്റെ 4ാം ദിനമായ ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റ് ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങാണ് ഉത്സവബലി. കാണിക്കയർപ്പിച്ച് ഉത്സവബലി പൂജ തൊഴുതാൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ഉത്സവബലി ചടങ്ങിലും തുടർന്നുള്ള ദർശനത്തിലും നിരവധി ഭക്തർ പങ്കാളികളായി. തുടർന്ന് ഉത്സവബലി സദ്യയും നടന്നു. നിരവധി ഭക്തരാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ എത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30-ക്കാണ് തിരുവാറാട്ട്. തിരുവരങ്ങിൽ വിഷ്ണു ചിറക്കടവ് അവതരിപ്പിച്ച സോപാന സംഗീതം ആസ്വാദ്യകരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം വടവാതൂരിൽ പുതുവത്സരാഘോഷങ്ങൾക്കായി പാപ്പാഞ്ഞി ഒരുങ്ങി. ഞായറാഴ്ച രാത്രിയിൽ വിവിധ പരിപാടികൾക്ക് ശേഷം പാപ്പാഞ്ഞിയെ കത്തിക്കും. തുടർന്ന് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യും. പുതുവർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ജനകീയ ഉത്സവങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന ഒരു രൂപമാണ് പാപ്പാഞ്ഞി. കടന്നു പോകുന്ന വർഷത്തിന്റെ പ്രതീകമായി വയോധികന്റെ രൂപത്തിലാണ് പാപ്പാഞ്ഞിയെ ഒരുക്കുന്നത്. ഡിസംബറിന്റെ അവസാന നാളിൽ അർദ്ധരാത്രിയിൽ പാപ്പാഞ്ഞിയെ എരിച്ചു കളയുന്നതോടെ ആ വർഷം അവസാനിച്ചു എന്നാണ് സങ്കല്പം. പുതിയ വർഷത്തെ വരവേൽക്കാൻ പോയ വർഷത്തെ യാത്രയാക്കുന്ന ചടങ്ങാണ് ഈ പാപ്പാഞ്ഞി കത്തിക്കൽ. കൊച്ചിയിൽ മാത്രമുണ്ടായിരുന്ന ഈ ചടങ്ങ് കഴിഞ്ഞ 3 വർഷങ്ങളായി കോട്ടയം വടവാതൂരിലും നടക്കുന്നു. വടവാതൂർ ബണ്ട് റോഡിൽ കടത്തിന് സമീപമാണ് 40 അടി ഉയരത്തിൽ പാപ്പാഞ്ഞിയെ തയ്യാറാക്കിയിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വിജയപുരം പഞ്ചായത്തും വിവിധ ക്ലബ്ബുകളും ചേർന്നാണ് പാപ്പാഞ്ഞിയെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച രാത്രിയിൽ വിവിധ കലാപരിപാടികൾക്ക് ശേഷം പാപ്പാഞ്ഞിയെ കത്തിക്കുമെന്ന് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. 31-ാം തീയതി വൈകിട്ട് വിവിധ കലാപരിപാടികളോട് കൂടിയുള്ള വെടിക്കെട്ട്, അതുപോലെ തന്നെ ഗാനമേള, DJ, വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുഡ് ഫെസ്റ്റ്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റും കൂടെ ഉൾപ്പെടുത്തി, കുടുംബശ്രീക്കാരെ ഉൾപ്പെടുത്തി അവരുടെ ഒരു ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തിയിരുന്നു. ഈ പ്രാവശ്യം കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ വഴിയുടെ ഇരു സൈഡുകളും ബാരിക്കേഡുകൾ കെട്ടി, അതുപോലെ പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 100 പേരടങ്ങുന്ന സന്നദ്ധ സേവകരെ നമ്മൾ കരുതിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഫാമിലി സ്ത്രീകൾ, അവർക്കൊക്കെ 2000 കസേരകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു ജനപിന്തുണയാണ് ഇതിന് ലഭിക്കുന്നത്. എറണാകുളത്തെ കാർണിവലിനോട് കടപിടിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തും യുവജന ക്ലബ്ബുകളും ഒക്കെ കൂടി വളരെ വിപുലമായ രീതിയിൽ ഈ വർഷവും നടത്തപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി OC ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീൽചെയറുകൾ വിതരണം ചെയ്തു. 8 വീൽചെയറുകളാണ് വിതരണം ചെയ്തത്. ഉമ്മൻചാണ്ടി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ യാക്കോബായ മർത്തമറിയം സമാജം കോട്ടയം ഭദ്രാസനം മുഖേന വീൽചെയറുകൾ വിതരണം ചെയ്തു. OC ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സാന്ത്വനം പദ്ധതിയിലൂടെ 8 വീൽചെയറുകളാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ അർഹരായ വ്യക്തികൾക്ക് കൈമാറിയത്. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായ തോമസ് മാർ തിമോത്തിയോസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ സമാജത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അധ്യക്ഷൻ ശ്രീ ചാണ്ടിയമ്മൻ ഒക്കത്തക്ക രീതിയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ MLA അധ്യക്ഷനായി. OC ആശ്രയ കൊണ്ട് തന്നെ സ്പോർട്സിന്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ടർകാടും വാകത്താനത്തും അതുപോലെ തന്നെ അയർക്കുന്നത്തും, കൂരപ്പുഴയിലും അയർക്കുന്നത്തും നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ സ്പോർട്സിന്റെ സെന്റേഴ്സ് തുടങ്ങാനുള്ള പ്രവർത്തനവും നടത്തും. അപ്പോൾ വിവിധ തലത്തിൽ
പ്രവർത്തനം നടത്തുവാൻ ഇന്ന് OC ആശ്രയയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഈ ദിവസം കരുതാം. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ചെയ്യാനുള്ള അവസരവും സാഹചര്യവും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സമാജം വൈസ് പ്രസിഡന്റ് മാത്യൂസ് കാവുങ്കൽ കോർ എപ്പിസ്കോപ്പ, ഫാദർ ജേക്കബ് ചെറിയാൻ മണ്ണൂർ, ഫാദർ സോബി മാത്യു മൂലയിൽ, ഫാദർ നൈനാൻ ഫിലിപ്പ് എട്ടുപാറയിൽ, സമാജം സെക്രട്ടറി സുജ എബ്രഹാം പുളിമൂട്ടിൽ, സെക്രട്ടറി സിനു കുര്യാക്കോസ് ചോറാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. OC ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ സൗജന്യ മരുന്ന് വിതരണം, ആംബുലൻസ് സേവനം, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 14-ന് 6 ചികിത്സാ വകുപ്പുകളെ ഉൾപ്പെടുത്തി പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടക്കുമെന്ന് ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ കോട്ടയത്ത് ഒറ്റയാൾ സമരം. മഹിളാ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജെസിമോൾ ജേക്കബാണ് സമരം നടത്തിയത്. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് കോട്ടയം KSRTCക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. പാർട്ടി പുനഃസംഘടനയിൽ ഏറ്റുമാനൂരിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയെ പ്രധാന സ്ഥാനത്ത് അവരോധിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജെസിമോൾ ജേക്കബ് കോട്ടയം KSRTCക്ക് മുൻപിൽ ഒറ്റയാൾ സമരം നടത്തിയത്. കഴിഞ്ഞ ഏറ്റുമാനൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിക്കെതിരെ പാർട്ടി ഉന്നത നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും ഇദ്ദേഹത്തെ തന്നെ പാർട്ടി ഉന്നത സ്ഥാനത്ത് നിയോഗിച്ചത് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. കഴിഞ്ഞ ദിവസം 26-ാം തീയതി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ഈ ആരോപണ വിധേയനെ തന്നെ അതിന്റെ സത്യസന്ധത നിജസ്ഥിതി ഒന്നും അന്വേഷിക്കാതെ പാർട്ടി വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പരാതി കേൾക്കാനോ ഒന്ന് പരിഗണിക്കാനോ അതിൻ്റെ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് എൻ്റെ പ്രതിഷേധം. സ്ത്രീ വിരുദ്ധത ഒരു അലങ്കാരമായി അവർ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭ ചെയർപേഴ്സൺ സിജി പ്രസാദ് രാജിവെച്ചു. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. CPM പ്രതിനിധിയായ പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിജി പ്രസാദ് രാജിവെച്ചു. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. കേരള കോൺഗ്രസ് എമ്മിനാണ് അടുത്ത 2 വർഷം വൈസ് ചെയർപേഴ്സൺ സ്ഥാനം. നഗരസഭ CPM പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കടവുമായി കടുത്ത അഭിപ്രായ ഭിന്നത പുലർത്തി വരുന്ന സിജി പ്രസാദിന് ഭരണപക്ഷത്തു നിന്നും തന്നെ പല കാര്യങ്ങളിലും എതിർപ്പ് നേരിട്ടിരുന്നു. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത വൈസ് ചെയർപേഴ്സൺ എന്ന പേരും സിജി പ്രസാദിനുണ്ട്. സിജി പ്രസാദ് കൊണ്ടുവന്ന ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോലും പാസാക്കാനായില്ല. തുടർന്ന് കഴിഞ്ഞ വർഷം ചെയർപേഴ്സൺ ജോസിൻ ബിനോയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ ചെയർപേഴ്സൺമാരായ ലീന സണ്ണി, ബിജി ജോജോ എന്നിവരുടെ പേരുകളാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ആദ്യ ഊഴം ലീല സണ്ണിക്കും അവസാന വർഷം ബിജി ജോജോയ്ക്കും ലഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം കോട്ടയത്ത് നടന്നു. ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ B അജയ്കുമാർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൽ കൂടി പാർലമെന്റും ഇന്ത്യയിലെ ജനപ്രതിനിധി സഭകളും ആകെ തങ്ങളുടെ കൈപ്പിടിയിൽ വെക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഏറ്റവും സ്വതന്ത്രമായി ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് BJP തീരുമാനിക്കുന്ന ആവരണ വക്താക്കളെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്നു. രാജ്യത്തെ എല്ലാ ജനാധിപത്യവും നമ്മുടെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മറന്നുകൂടാ. അറിയിപ്പ്. കേരള സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ജനുവരി 3-ന് ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. SSLC-യാണ് യോഗ്യത. വിശദവിവരത്തിന് ഫോൺ 9890411706. വിദ്യാഭ്യാസ വകുപ്പിൽ കോട്ടയം ജില്ലയിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS തസ്തികയിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി 1ാം ഘട്ട അഭിമുഖം ജനുവരി 3, 4, 5 തീയതികളിൽ രാവിലെ 9:30-ന് ഉച്ചയ്ക്ക് 12 മണിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോട്ടയം ജില്ലാ ഓഫീസിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടവാതൂർ MRFിലേക്ക് സംയുക്ത കർഷക സമിതിയുടെ മാർച്ച്. ടയർ കമ്പനികൾക്ക് പിഴയിട്ട തുക കർഷകർക്ക് വീതിച്ചു നൽകണമെന്ന് ആവശ്യം. എലിക്കുളം പഞ്ചായത്തിന് ഇനി റോബോട്ടും. പഞ്ചായത്തിലെത്തുന്നവരെ എലീന സ്വീകരിക്കും. പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലെ റോബോട്ട് പ്രവർത്തനം തുടങ്ങി. ചിറക്കടവ് മണക്കാട്ട് ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തിരക്കേറി. ഉത്സവ ബലി തൊഴുത് ആയിരങ്ങൾ. ആറാട്ട് തിങ്കളാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.